70,000 ഇങ്ങനെ ഈ രണ്ട് കൊടുക്കാം. ഞാനും കൊടുക്കാം, മാരുതിയോടും കൊടുക്കാം. വെറും 70,000 രണ്ടാക്കണം കൊടുക്കാം. 1,15 കൊടുക്കാം കേട്ടോ. 2010 ഇങ്ങനെ ഒരൊറ്റടിക്ക് ഇങ്ങനെ എടുക്കണല്ലോ കൊടുക്കാല്ലേ. 50,000 അടിപൊളി ഹൈബ്രിഡ് വണ്ടി അല്ല, എർട്ടിക ഹൈബ്രിഡ് കൊടുക്കാം. നല്ല ഡീസലും മൈലേജുള്ള വണ്ടി. 80,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർ ഒരു ബാങ്ക് മാനേജർ വണ്ടി, പുതിയ പേപ്പർ എടുത്തുകൊണ്ട് ഹൈ ക്വാളിറ്റി വണ്ടി കൊടുക്കാം. കമ്പനി ഹിസ്റ്ററി ഇല്ല, പിന്നെ ഡീസൽ വണ്ടി, ഫുൾ ഓണില് 18 മോഡല് വണ്ടി കൊടുക്കാം. 1,25,000 15 ഡിക്കി ഓപ്പൺ ഇല്ല വണ്ടി കൊടുക്കാം. 1.5 ഒക്കെ ചോദിച്ചത്, ഇതിലൊക്കെ കുറച്ച് നമുക്ക് വാങ്ങിക്കൊടുക്കാം. അതെ, ലോണ് കയറോ? ലോണൊക്കെ പകുതിയൊക്കെ കൊടുക്കും. വാഗണർ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം. 29 പേപ്പറിലുണ്ടല്ലേ? 55 1,55,000 വാഗണർ കൊടുക്കാം. പുതിയ മോഡൽ VX ആയിട്ടോ, അതും ഫുൾ ഓണില് പൈസ മുടക്കാതെ. പെട്രോൾ 1,400 കേട്ടോ. 1,50,000 ചുവപ്പുള്ള ബീറ്റ് കൊടുക്കും. പെട്രോൾ വണ്ടി കൊടുക്കും. പെട്രോൾ കൊടുക്കും. എത്ര വെൽക്കമോ നമ്മളങ്ങനെ വീണ്ടും മലപ്പുറം പാണായുള്ള മലപ്പുറം മോട്ടോഴ്സിലാണ് വീണ്ടെത്തിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് തന്നെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ ഏകദേശം 10-20 25 വണ്ടി കേട്ടോ. മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ ചെയ്യുന്ന അടിപൊളി ഷോറൂമാണ്. അതേമാതിരി തന്നെ ചെറുവണ്ടി ഷോപ്പാണ്. ഏത് വണ്ടികളും ചെറിയ വിലക്ക് നമുക്ക് കിട്ടും കേട്ടോ. 60,000 മുതൽ അൾട്ടോളെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 35,000 മുതൽ മാരുതികൾ തുടങ്ങുന്നുണ്ട്. 7 സീറ്റ് വണ്ടി ടവേരകളൊക്കെ 1,40 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ജെന്നുകളുണ്ട് 10-25 80 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇയോണുകളൊക്കെ ഫുൾ ഓൺ ഉണ്ട്. എല്ലാ മോഡലും മാക്സിമം ഫുൾ ഓൺ. നമ്മൾ കോൾ റഷിക്ക് നമ്മുടെ വീട്ടിലേക്ക് സുഖല്ലേ? ഷാറല്ലേ? ലൊക്കേഷൻ വരുന്നത്? ലൊക്കേഷൻ മഞ്ചേരി, ആനക്കയം, സൗദിപ്പടി. മലപ്പുറം ജില്ലയിലാണ് ആനക്കയം, മഞ്ചേരി, സൗദിപ്പടി പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. 5 കിലോമീറ്റർ വരാനുള്ളത്. ഇനിയിപ്പോ വിളിച്ചോളെ, ഗൂഗിൾ അടിച്ചാൽ കിട്ടും. ഇനിയിപ്പോ അതല്ല, വാട്സാപ്പിൽ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ ഗൂഗിൾ മുട്ടെടുക്കുകയും ചെയ്യാലല്ലേ? എല്ലാം മുട്ടെടുക്കും. ലൊക്കേഷൻ വിട്ടെടുക്കും. എത്ര മുതൽ തുടങ്ങുന്നു വണ്ടികൾ? വണ്ടി 35,000 മുതൽ സ്റ്റാർട്ടിംഗ് 60,000 മുതൽ ആൾട്ടോകളുണ്ട്. സ്വിഫ്റ്റ് ഒക്കെ 1,40 റേഞ്ചില് സ്വിഫ്റ്റുകളുണ്ട്. 7 സീറ്റർ 7 സീറ്റർ 1,40 റേഞ്ചിലൊക്കെ 7 സീറ്ററുകളുണ്ട്. കൊടുക്കാം. ഒരുവിധം ചെറുവണ്ടി ഏത് ഐറ്റം വണ്ടികളുണ്ട്. ഒരു 100 കണക്കിന് വണ്ടി ഉണ്ട്. വണ്ടികൾ ഏതായിട്ട് ഇനി കുറെ കയറാനുണ്ട്. ഏതിനാണ് വിളിച്ചോട്ടെ. നമ്മള് ഇനി ഇവിടുത്തെ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ വേറെ സെറ്റ് ആക്കി കൊടുക്കാം. ലക്ഷറി വണ്ടി സെറ്റ് ആക്കി കൊടുക്കും. ഏത് വേണേലും വണ്ടി ആയാൽ മതി. നമ്മൾ ഏത് സെറ്റ് ആയി തരുമല്ലോ. അതാണ് മേജർ ആക്സിഡന്റ് ഫ്ലോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുമല്ലേ? അപ്പൊ ഒക്കെ വീഡിയോയിൽ കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനലിൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് വളരെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മളെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ആദ്യത്തെ വണ്ടി അടിപൊളി വാഗണർ കേരള 50 705 80,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർ ഒരു ബാങ്ക് മാനേജർ വണ്ടി, പുതിയ പേപ്പർ എടുത്ത് ഹൈ ക്വാളിറ്റി വണ്ടി കൊടുക്കല്ലേ? ബാങ്ക് മാനേജർ വണ്ടിയാണ് വാഗണർ. അത് ഫാൻസി നമ്പർ 5 05 കേട്ടോ. 05 അങ്ങനെ പറയാനല്ലേ? അതെ. എത്ര ഓടിയെന്ന് പറയുന്നത്? പിന്നെ 80,000 എന്തോ ചെറിയ കിലോമീറ്റർ. 80,000 എന്തായാലും പറയാം. അതെ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ആയിട്ടുള്ളൂ നിലവിലുള്ളത്. അതെ. നല്ല അടിപൊളി സീറ്റർ ചെയ്തോണ്ട് 5 വർഷം പേപ്പർ എടുത്തുകാണ്ട് കൊടുക്കട്ടെ. നമുക്ക് 5 വർഷം പേപ്പർ എടുത്തുകാണ്ട്. അപ്പൊ അതിന്റെ ശേഷം നോക്കിയാൽ മതില. അതെ. എന്നാലും 5 വർഷത്തിന് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ പേപ്പറും കാര്യമൊന്നും ഒന്നും നോക്കണ്ട. റീപ്ലേസ് അങ്ങനത്തെ മേജർ ആയിട്ട് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. എത്ര മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് തോന്നുന്നുണ്ടല്ലേ? വേറെ മേജർ ഒന്നുമില്ല. നമുക്ക് നല്ല വണ്ടി കേട്ടോ. എത്ര വയ്ക്കണതല്ലേ ഇത്? നമുക്ക് പേപ്പർ എടുത്തുകാണ്ട് 1,30 കൊടുക്കാം. 1,30,000 പേപ്പർ എടുത്തുകാണ്ട് 2009 മോഡല് 29 പേപ്പറിലുണ്ട്. സ്റ്റാരിംഗ് ഒക്കെ നല്ല ബോഡി ഷേപ്പ്, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കൊടുക്കാം. ഫാൻസി നമ്പറില്. അതെ. കേരള 50 05 അതെ. 15 മൈലേജ് കിട്ടുമോ? 15 നിറവ് കിട്ടും. 16-17 എന്തായാലും മൈലേജ് കിട്ടും. വണ്ടി നാനല്ലേ? നാനോ. ചോപ്പ് കളർ നാനോ ഡിക്കി ഓപ്പൺ ഇല്ല. ടിസ്റ്റ് തന്നെ. ടിസ്റ്റനാണ്. 15-16 വണ്ടി കേട്ടോ. 15 മോളിൽ 16 രജിസ്ട്രേഷൻ ഉണ്ട്. അതെ. എത്ര ഓടിക്കണല്ലേ? ഇത് എത്ര ഓടിക്കണ? എത്രയാണെന്ന് 90 ഓടിയുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് സെക്കൻഡാ തോന്നുന്നു നിലവിലുള്ളത്. അതെ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യമൊന്നുമില്ല. ഒരു പരിപാടിയില്ല. ഇല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയില്ലാത്തത്, നല്ല ബോഡി ഷേപ്പില് ഡിക്കി തുറക്കണ വണ്ടിയാണ്. ഡിക്കി തുറക്കണ വണ്ടി. അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 1,4. 1,25,000 16 മോളിൽ വണ്ടി. 15-16 ഡിക്കി ഓപ്പൺ ഇല്ല വണ്ടി കൊടുക്കാറല്ലേ? ലോണൊക്കെ കാര്യങ്ങൾ കയറും? ലോണൊക്കെ ഒരു 70-80 റേഞ്ചിലോട്ട് മാക്സിമം ലോൺ കയറും. 20 മേലെ മൈലേജ് കിട്ടും മാനുവലിന്. അതെ. അടുത്ത വണ്ടിയുള്ള അടിപൊളി വാഗണറുള്ള ഇത് ബ്ലാക്ക്
ഞങ്ങൾ മോഡൽ ഇത് 2009 പുതിയ പേപ്പർ എടുത്ത് 1.4 റേഞ്ചിൽ കൊടുക്കാം 1.4 ലക്ഷം രൂപയ്ക്ക് പേപ്പറിലുണ്ട് 29 പേപ്പർ കിലോമീറ്റർ ഓടിക്കുന്നത് ടയർ ചെറിയ പഞ്ചർ ആയിക്കോണല്ലേ അക്ക ലെവലായി കൊടുക്കും അത് നമുക്ക് ചൊറുക്കായിട്ട് കൊടുക്കൂല നമ്മൾ കണ്ടിട്ടില്ല ആണി കയറിയേക്കാരം ആണി കയറിയേക്കാരം അതൊക്കെ ഫുള്ള് റെഡിയാക്കി കൊടുക്കും കൊടുക്കുമല്ലോ പേപ്പറും 5 കൊല്ലത്തിന് എടുത്ത് പേപ്പർ ഉണ്ടാവും അത്യാവശ്യം സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറ് വൃത്തിലുണ്ട് തന്നെയാണ് ഓക്കെ എത്ര ഓടിക്കണ പറഞ്ഞേ ഇത് ഓട്ടം നമുക്ക് നോക്കണം കറക്റ്റ് ഓക്കെ ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ നിലവിലുള്ളതല്ലേ 1.4 ലക്ഷം രൂപ കൊടുക്കും 1.4 റുപ്യക്ക് വാഗണർ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും 29 പേപ്പറിലുണ്ടല്ലേ അതെ അതെ റെഡി ആയിക്ക് വണ്ടി ഇറക്കാം ലോൺ കയറുമോ ലോണോ ലോണ് നമുക്ക് ചെയ്ത് കൊടുക്കേ ചെയ്ത് നോക്കാല്ലേ ഓക്കെ 15,000 മൈലേജ് കിട്ടും അതെ അതെ ബഷാക്ക 70,000 രണ്ട് കാറില് 70,000 ഇങ്ങനെ ഈ രണ്ട് രണ്ടുപേരും കൊടുക്കാം ഞാനും കൊടുക്കാം മാരുതിയോടും കൊടുക്കാം വെറും 70,000 രണ്ടാക്കാൻ കൊടുക്കാം അതെ എ സി ഇല്ല ഞാനോ എ സി ഇല്ലാത്ത മാരുതി അതെ എത്ര മോഡൽ രണ്ടോ ഇത് 2010 മോഡൽ ഇത് 2001 മോഡൽ ഇത് 26 വരെ പേപ്പർ ഇത് 26 വരെ പേപ്പർ രണ്ടും പേപ്പർ 5 വർഷം പേപ്പർ ഒരേമാതിരി വാല്യൂ ഒരേമാതിരി ഒരേമാതിരി 70,000 വണ്ടി കൊടുക്കാം ഇനി 35,000 ആവശ്യക്കാരെ വിളിച്ചോണ്ടല്ലേ അതെ ഇനി നല്ല അടിപൊളി ബീറ്റല്ല ചോപ്പ് കളറ് ചോപ്പ് ബീറ്റ് ആണെങ്കിൽ ഇത് നമുക്ക് 2012 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി 12 പെട്രോൾ ആണ് ഫുൾ ഓപ്ഷൻ ഏസിയും പവർ സ്റ്റാരിങ് ഒക്കെ വർക്കിംഗ് ഇല്ല എല്ലാം വണ്ടില്ലേ അതെ 1.4 റുപ്യ കേട്ടോ 1.4 ലക്ഷം രൂപയ്ക്ക് ചുവപ്പ് കളർ ബീറ്റ് കൊടുക്കും ബീറ്റ് പെട്രോൾ വണ്ടി കൊടുക്കും പെട്രോളിന് കൊടുക്കും എത്ര ഓടികൾ ഇത് ഓട്ടം നോക്കണം കറക്റ്റ് നോക്കാം നോക്കിട്ട് പറഞ്ഞു കൊടുക്കാം ഓണർ വേണമെങ്കിൽ ഇതിൽ തന്നെ പേപ്പറിന്റെ കോപ്പിയും കാര്യമൊക്കെ ഉണ്ടാവും ഓണർഷിപ്പ് 1-2 കേൾക്കാറല്ലേ അത്രയൊക്കെ തന്നെ ആയിട്ടോളൂ ഇതിൽ തന്നെ കോപ്പി ഉണ്ടാവും നോക്കിട്ട് പറഞ്ഞു കൊടുക്കാം റീപ്ലേസും കാര്യമൊന്നും ഇല്ല കേട്ടോ ഒന്നുമില്ല ഇല്ലല്ലോ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം 1.4 ചോദിക്കണം 1.4 എന്തേലും കുറച്ച് കൊടുക്കോ എന്തേലും ചെറിയ വ്യത്യാസമൊക്കെ ചെയ്ത് കൊടുക്കാം 4 ഡോർ വിൻഡോ ബാക്ക് വൈപ്പർ എ സി പവർ സ്റ്റാരിങ് അഡ്ജസ്റ്റ് ഒക്കെ വരുന്നുണ്ട് എല്ലാം വലിയ അടിപൊളി പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോളിന് എങ്ങനെയായാലും 15-16 ആ റേഞ്ചില് മൈലേജ് കിട്ടും ധൈര്യം പറയാം അതുണ്ട് ഓക്കെ അടുത്തോണ്ട് അടിപൊളി മൈക്ര ഡീസൽ വണ്ടി കേട്ടോ ഡീസൽ മൈക്ര ഫുൾ ആണ് കേട്ടോ ഫുൾ ആണല്ലോ അതെ ഫുൾ ആണോ ഇത് ചെറിയ വില 1.25 ഒക്കെ ചോദിക്കണുള്ളൂ 13 വണ്ടി 13 മോളില് മൈക്രോ അല്ലേ ഡീസൽ വണ്ടി എക്സൽ ആണ് ഓപ്ഷൻ എക്സൽ ഇതൊക്കെ ഈ വണ്ടികളാണ് നമ്പറായ വണ്ടിയാണ് ചെറിയ കായ്ക്ക് കൊടുക്കാം ചെറിയ കായ്ക്ക് 10-20 കിലോമീറ്ററിന്റെ നിറക്ക് മൈലേജ് ഇല്ല ഡീസൽ വണ്ടി കൊടുക്കാറല്ലേ ഇത് ഓട്ടം നമുക്ക് നോക്കാം ഓണർ രണ്ടാ തോന്നുന്നത് കറക്റ്റ് ആണെങ്കിൽ ഒക്കെ വിളിച്ചിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാറല്ലേ ഒരു വെയിലാണ് അപ്പൊ ഒക്കെ പാടെ നോക്കി ഓട്ടം ഓണറും കൂടി നോക്കുമ്പത്തിന് നേരം വെക്കും അറിയുന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞു ബാക്കിയൊക്കെ വിളിച്ചോ ആവശ്യക്കാരെ വിളിച്ചാൽ പറഞ്ഞു കൊടുക്കാറല്ലേ 1.70 വില 2013 മോഡലാണ് 13 ഡീസൽ വണ്ടിയാണ് ഫുൾ ഓൺ കിട്ടും ഏകദേശം 20 നിറക്കും മൈലേജ് കിട്ടും ഫുൾ ഓണില് മൈക്രോ കൊടുക്കാം അതെ അടുത്തോണ്ട് ഇയോൺ ആണ് 2012 മോഡലാണ് 12 മോഡല് സെക്കൻഡ് ഓണർ ആണ് ഓപ്ഷന് ഇറ പ്ലസ് ആണ് എസിയും പവർ സ്റ്റാരിങ് പവറിന്റെ ഒക്കെ ഉണ്ട് ഓണർഷിപ്പ് ആണെങ്കിൽ ഇതില് പേപ്പർ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നല്ല അടിപൊളി സീറ്റാറ് കാര്യമൊക്കെ ഉണ്ട് വലിയൊരു ഓട്ടം ഓടിയിട്ടില്ല ഓണർ ഇതില് കാണുന്ന 3 ആണ് മൂന്നാമത്തെ ഓണർഷിപ്പ് തട്ടുമുട്ട് കാര്യമില്ല കമ്പനി സെറ്റ് സീറ്റാറ് കാര്യമൊക്കെ ഉണ്ട് വില നമുക്ക് 1.45 ഉള്ളു വില 1,45,000 ഇയോണ് പുത്തൻ ടയറ് കാര്യമൊക്കെ ഉള്ള വണ്ടി ഏകദേശം ഒരു 90% ഫുള്ളോണ് കയറും ഇല്ലെങ്കിൽ ഒരു 10-20 കൂട്ടേണ്ടി വരും മുടക്കിയാൽ നമുക്ക് വണ്ടി ഇറക്കാം 18 മൈലേജ് കിട്ടില്ല 18 മൈലേജ് എന്തായാലും കിട്ടും ചെറിയൊരു തട്ടില്ല വണ്ടി ചെറിയ തട്ടിലെ വണ്ടി ചെറിയ വിലക്ക് 1,55,000 റുപ്യക്ക് പുതിയ മോഡൽ കെ സീരീസ് വണ്ടി 4 ടയർ പുതിയ കാര്യമൊക്കെ ഉണ്ട് ഏതോ ഒരു ഗ്ലാസ് മാറിയിരിക്കണ ഒരു അപ്പുറന്റെ ചെറിയ ഭാഗം പൊട്ടിച്ചു VXI ആണ് പുതിയ മോഡൽ വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടി 2012 10 11 ഒക്കെ ഒരു ആൾട്ടോ LXIന്റെ വിലക്ക് ഏകദേശം ഫുള്ളോണ് കയറും അതെ അതെ പൈസ അല്ലാതെ ചെറിയ വിലന്റെ വാഗണർ പുതിയ മോഡൽ വണ്ടിയാണ് കൊണ്ടാണല്ലേ അതെ എത്ര 1.55 1,55,000 വാഗണർ കൊടുക്കാം പുതിയ മോഡൽ VXI കേട്ടോ അതും ഫുൾ ഓണില് പൈസ മുടക്കാതെ പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോളിന് ഒരു 17 സീരീസ് മൈലേജ് കിട്ടും അതെ ഓക്കെ അടുത്ത വണ്ടി വണ്ടി മൈക്ര പെട്രോൾ ആണ് മൈക്ര അതെ എങ്ങനെ മോഡൽ ഇത് 2017 ആട്ടോ 17 മോഡൽ മൈക്ര ആണല്ലേ അതെ അതെ ഏതോ ഓപ്ഷൻ വരുന്നതാ ഓപ്ഷന് ഇത് എക്സല് പിന്നെ എസിയും പവർ സ്റ്റാരിങ് പവറിന്റെ ഒക്കെ വരുന്നുണ്ട് എല്ലാം വരുന്ന വണ്ടിയാണ് ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല
ഉണ്ടാവില്ല. അതെ. ഓക്കെ. പെട്രോൾ വണ്ടിയിട്ടോ. പെട്രോൾ വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി ട്ടോ. എത്ര ഓടിക്കണെന്നാല്? ഓട്ടം 80 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യമൊന്നുമില്ല. ഒരു പരിപാടിയില്ല. ഒന്നുമില്ല. നല്ല പക്ക തേഞ്ഞ വണ്ടി. വൃത്തിലുണ്ട്. ഏകദേശം ഫുൾ ഓൺ ആട്ടത്. മൈക്രോളൊക്കെ ഫുൾ ഓണോ? മൈക്രോ ഒക്കെ ഏകദേശം ഫുൾ ഓൺ ആയിരുന്നു. 100 കണക്കിന് വണ്ടികൾ ഫുൾ ഓണല്ലേ? നല്ല വണ്ടികളല്ലേ. ഡീസൽ 53 നമ്മളെ പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ വണ്ടിയാണ്. പെട്രോൾ എത്ര മൈലേജ്? പെട്രോളിന് മൈലേജ് ഒക്കെ നമ്മൾ ഓടിച്ചിട്ടില്ല. ഏകദേശം ഒക്കെ കിട്ടുന്നില്ല പ്രതീക്ഷയാണ് നമ്മള് പറയുന്നത്. നമ്മള് കറക്റ്റ് ഇത്ര കിട്ടും എന്നാണ് കണ്ടെന്ന് കൊടുക്കണേ. അതുപോലെ മൈക്രോ ഓടിക്കുന്നവരോട് ചോദിച്ചോട്ടെ. ഏകദേശം അറിയുന്നതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അറിയാത്തൊക്കെ ചോദിച്ചു അറിഞ്ഞിക്കാണ്ട് നമുക്ക് പറഞ്ഞു. സ്റ്റാർ ആണെങ്കിൽ 2010 മോഡലാണ്. 10 മോഡൽ 210 ട്ടോ. 210 ചോപ്പാണ്ടികൾക്ക് ചോപ്പ് എടുത്ത വെള്ളാണ്ടികൾക്ക് വെള്ളം. 210. അതെ. വെള്ള കിലോമീറ്റർ ഇത് എത്ര ഓടിക്കണ? എത്ര വലിയ ഐഡിയ ഉണ്ടോ? ഈ വണ്ടി 90യോ 1 ജില്ലറ എന്തോ ഓടിക്കണ. ഓണർ വേണേ ഇതിൽ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു കോപ്പി വെക്കൊണ്ട് നമുക്ക് ഇങ്ങനെ നോക്കാണ്ടാവും. ഇത് 14 തൊട്ട് ഒരാളെന്നെ ഉപയോഗിക്കണം കേട്ടോ. സിംഗിൾ അല്ലെങ്കിൽ സെക്കൻഡ് ഏക്കാരം. ചെലപ്പോ അത് മാറിയ കോപ്പിയില് 14 മാറിയേക്കാരം. എല്ലാന്നുണ്ടെങ്കിൽ അടവ് വെട്ടിയതാകുമ്പോഴും അങ്ങനെ വരും. ചിലപ്പോ കറക്റ്റ് ആണെങ്കിൽ സെറ്റിൽ അടിച്ചോ കേട്ടോ. ഫസ്റ്റ് അല്ലേ സെക്കൻഡ്. റീപ്ലേസും കാര്യമൊന്നുമില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമുക്ക് 1.45 ചോദിക്കണേ. എന്തായാലും കുറച്ച് കൊടുക്കും. എന്തേലും കുറച്ച് ലോൺ വണ്ടി കേട്ടോ. ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുള്ള് ബേസ്റ്റാർ 2020. ഓക്കെ. ഇതും അതേ മോഡൽ അതേ റേറ്റിന് കൊടുക്കട്ടോ. അതെ 2010 തന്നെയാണ്. ഇത് 2010 സ്റ്റാർ. ചോപ്പാണുള്ളത്. ചോപ്പാണ്. ഇത് ഓപ്ഷൻ ഓപ്ഷന് VXI തന്നെയാണ്. കിലോമീറ്റർ ഇത് കറക്റ്റ് വേണമെങ്കിൽ നോക്കാം. വല്ലാതൊന്നും ഓടിയിട്ടില്ല. 80 ജില്ലാനോ അങ്ങനെ എന്തോ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് തന്നെ തോന്നുന്നത്. അതെ. റീപ്ലേസും കാര്യമൊന്നും ഒരു പരിപാടിയില്ല. ഒന്നുമില്ല. നല്ല വണ്ടി. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ആ റേഞ്ചിൽ തന്നെ 1.45 1,45,000 10 മോഡൽ VXI കൊടുക്കാം. ലോൺ എത്ര കയറും? ലോണൊക്കെ ഒരു മാക്സിമം 1.60 കിട്ടേണ്ടതാണ്. കയറും. എന്തായാലും 10-20 വണ്ടി ഇറക്കാം. അതെ അതെ. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോള് 15-16 കെ സീരീസ് എന്തായാലും കിട്ടും. ധൈര്യമായിട്ട് പറയാം. അടുത്ത വണ്ടി കേട്ടൻ. അൾട്ടോ കേട്ടൻ അല്ലേ? അൾട്ടോ കേട്ടൻ. എങ്ങനെ മോഡലല്ലേ? ഇത് 2013 മോഡല് VXI. 13 മോഡലാണ്. VXI ആണ്. അതെ അതെ. നല്ല വണ്ടി തന്നെയാണ്. റീപ്ലേസും കാര്യമൊന്നുമില്ല. 70 ഓടിയ സെക്കൻഡ് ഓണർ കേട്ടോ. 75 ഓടിയുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടിയില്ലേ? അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 1.90 കൊടുക്കാം. 1,90,000 വണ്ടിക്ക് VXI 13 കേട്ടോ. 13 അതെ. എന്തായാലും കുറച്ച് കൊടുക്കാം. കുറച്ച് 2 രൂപ വയ്ക്കണ 1.90 ഫൈനലാക്കി കൊടുക്കാം. ലോൺ എത്ര കയറും? ഇത് ഏകദേശം ഒരു 1.80 1.90 ഒക്കെ ലോൺ തന്നെ. ഫുൾ ഓൺ തന്നെയാണല്ലേ? ഏകദേശം 13 മോഡലാകുമ്പോ കിട്ടും. 80 ഒക്കെ എങ്ങനെയാലും കിട്ടും. അപ്പൊ എന്തായാലും 10,000 രൂപ ഫുൾ ഓൺ വണ്ടി ഇറക്കാം. അതെ. ഓക്കെ. അടുത്ത വണ്ടി അൾട്ടോ 800. 2012 മോഡല്. 12 മോഡൽ നീല കളർ. ചിത്രപ്പണി ചെയ്ത 50 കിലോമീറ്റർ എന്തോ ഓടിക്കണേ. ചെറിയ തട്ടില വണ്ടി കേട്ടോ. ചെറിയ തട്ടുള്ള വണ്ടി. അതെ. LXI അല്ലേ? LXI അല്ലേ? LXI ആണ്. അതെ അതെ. LXI 55 ഓടിയുണ്ട്. 50 ഓടിയ ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ട്. ചെറിയ വിലയുള്ളൂ. 1.55 ചോദിക്കുന്നുള്ളൂ. 1,55,000 വിലക്ക് നല്ല വണ്ടി. ഏകദേശം ലോണും കയറത്തില്ല. ഫുള്ളും കയറപ്പോ ഏകദേശം 90% കയറും. ലോൺ കയറൂലേ? ഇത് സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ. ഇത് സെക്കൻഡ് അല്ലടാ. സെക്കൻഡ് ഓണർ കേട്ടോ. അതെ അതെ. 18 മൈലേജ് കിട്ടും. ന്യൂ ഷേപ്പ് ഒക്കെ ആക്കിയാട്ടോ. 2016-17 ലൈറ്റ് കാര്യം കാര്യൊക്കെ ആ ചെറിയ തട്ടിലാക്കിയേക്കാരും ഒക്കെ മാറ്റിയാണല്ലേ? ഒന്നും നോക്കിയില്ല. അടുത്ത സാഡാൻ ടൈപ്പ് ഇത്യോസ് ആണല്ലേ? അതെ അതെ. എങ്ങനെ മോഡലായിരുന്നു? ഇത് 14 നമ്പറായ വണ്ടിയാണ്. 14 മോഡലാണ്. നമ്പറായ വണ്ടിയാണല്ലേ? അതെ അതെ. നല്ല ന്യൂ ഷേപ്പ് ഒക്കെ ആക്കിയ വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. വൃത്തിയുള്ള അടിപൊളി വണ്ടി. അടിപൊളിയാണ്. എത്ര ഓടികള്? രണ്ടാമത്തെ ഓണർ. ഇതൊന്ന് ഓട്ടം ചിലപ്പോ 1.5 1.10 ഒക്കെ എഴുതി കാണുന്നത്. ഈ വണ്ടി ആവാണ്ട് കറക്റ്റ് നമ്മള് പറയില്ല. കാര്യൊക്കെ ഉണ്ട്. തുറക്കണേ ചാവിണ്ട് അവിടെ തുറക്കാം. എല്ലാം കൊണ്ട് ഉഷാറുണ്ടല്ലേ? തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? 3.40 കേട്ടോ.
ചോദിക്കണ്ട്. അതെ, എന്തായാലും കുറച്ച് കൊടുക്കും. ലോണ് കാര്യങ്ങളൊക്കെ ലോണും കാര്യമൊക്കെ മാക്സിമം ഇത് ചെയ്തോ കേറും. 10,000 രൂപയ്ക്ക് ഏകദേശം നമുക്ക് മാക്സിമം പ്രൊഫൈലിനനുസരിച്ച് ഫുൾ ലോൺ കയറ്റി കൊടുക്കാല്ലേ. ഫുൾ ലോൺ ഇല്ലെങ്കിലും ഏകദേശം മാക്സിമം കയറും. ഡീസൽ മൈലേജ് കിട്ടും. ഈ 20 കിലോമീറ്റർ മൈലേജ് കിട്ടുമല്ലോ അല്ലേ. പക്ഷേ അടുത്ത വണ്ടിയല്ല അടിപൊളി അൾട്ടോ ഉള്ളോ. അടിപൊളി അൾട്ടോ നല്ല ചൊറുക്കുള്ള വണ്ടിയിലെ നീല കളറാണല്ലേ. നീലല്ലേ, ഇത് ബ്ലാക്ക് ആണ്, തിളങ്ങല്ലേ. നീലന്റെ മാതിരി തിളങ്ങാണ്, ബ്ലാക്ക് ആയിക്കോട്ടെ. നല്ല വണ്ടിയാ. ഞങ്ങൾ മോഡലുണ്ട്. ഇത് ടയറൊക്കെ പുതിയ ടയറുകളാട്ടോ, നാലെണ്ണം കടുപുത്തൻ ടയർ. നാലെണ്ണം. അതെ. മോഡൽ എത്രയുണ്ട്? മോഡല് 10 മോഡൽ കേട്ടോ. 2010 മോഡല് LXi ആണ്. LXi ബ്ലാക്ക് എഡിഷൻ വണ്ടി. സീറ്റാറൊക്കെ നോക്കി, ഏതാ ബെൻസിന്റെ സീറ്റ്. ബെൻസിന്റെ സീറ്റാറൊക്കെയാണ് ചെയ്തിട്ടുണ്ടല്ലേ. അടിപൊളി സീറ്റ്. എത്ര ഓടിക്കണെന്നല്ലേ? ഓട്ടം സെക്കൻഡ് ഓണറാണ്. ഓട്ടം 1.10, 1.5 അങ്ങനെ ആ ലെവലിൽ ഓടിക്കുന്നത്. സെക്കൻഡ് ഓണർ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസും കാര്യമൊന്നുമില്ല, തുരുമ്പ് കാര്യം അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? 1.15 കൊടുക്കാം കേട്ടോ. 2010 10 മോളില് 1,55,000. 1.15 വലിയ വില. 1,15,000 രൂപ ഓഫറിൽ പറയുമ്പോ നിങ്ങള് കൂട്ടി പറയാം. അതാറുണ്ട്. 1,15,000 രൂപയ്ക്ക് 10 മോളിൽ അൾട്ടോ LXi കൊടുക്കാം. നല്ല സീറ്റാറ് കാര്യമൊക്കെ ചെയ്ത് നല്ല ഉഷാറുണ്ട്. എന്തെങ്കിലും കുറച്ചും കൊടുക്കാം. ഓണർഷിപ്പ് എന്തെങ്കിലും കുറച്ചും കൊടുക്കാം. ലോൺ കയറോ? ലോണൊക്കെ നമുക്ക് കൊടുക്കാതെ കൊടുക്കാനല്ലേ. ഒരു 80 ആ റേഞ്ചിലെ ലോൺ കയറും. ബാങ്ക് ലോൺ ചെയ്യാതെ. ബാങ്ക് ലോൺ കയറൂലേ? 10 മോളായോണ്ടല്ലേ. 10-9 ലക്ഷത്തിലെ വണ്ടിയൊക്കെ ചെയ്ത് കൊടുക്കും. എന്നാലും 10-30 രൂപ ഇറക്കും വണ്ടിയിലെ. ഏകദേശം 10-30 രൂപ 20 രൂപയ്ക്ക് അൾട്ടോ ഉണ്ടാകാറല്ലേ. നല്ല അടിപൊളി വൃത്തിയുള്ള അടിപൊളി വണ്ടി. നല്ല വണ്ടി ഉണ്ടോ? അതിന് തൊട്ടാ അച്ചൊക്കെ ഉണ്ടാവും. സെൻട്രലൊക്കെ അല്ലേ. അടിപൊളി നാനുള്ള ഓട്ടോമാറ്റിക്കലി നാനോട്ടോ. ഓട്ടോമാറ്റിക്കിനാണോ? അതെ. എങ്ങനെ മോഡലുണ്ട്? ഇത് 17 മോഡല്. 17. 17. അപ്പൊ ഡിസ്റ്റാണ് ഡിക്കൊക്കെ ഓപ്പൺ ആവാൻ പറ്റും. ഓപ്പൺ അല്ല വണ്ടി. എത്ര ഓടിക്കണല്ലേ? ഓട്ടോ ഓട്ടം 60 സിംഗിള്. ഒരൊറ്റ മിനിറ്റ്. സിംഗിൾ ഓണർ 10ാം മാസം 2017 10ാം മാസം വണ്ടി. 10ാം മാസം 18 എത്തും. 18ക്ക് എത്തിയമായത്തെ വണ്ടി. നല്ല വണ്ടി. നല്ല വണ്ടി. 2 ഡോർ വിൻഡോ, ഓട്ടോമാറ്റിക് ഡിക്കി ഓപ്പൺ ഒക്കെ ഉള്ള വണ്ടി. ചെറിയ ഓട്ടോ ഓടിച്ചോളില്ല. നല്ല അടിപൊളി സീറ്റാറ് കാര്യമൊക്കെ എല്ലാം ഉണ്ട്. എല്ലാം അടിപൊളി ഉണ്ട്. ചെറിയ സ്ത്രീ ചെറിയ പെണ്ണുങ്ങൾക്ക് അങ്ങനത്തെ വെയിലും മഴയും കൊള്ളാതെ ഓട്ടോമാറ്റിക്കലി പോവാം. എത്ര ചോദിക്കണേ നമുക്ക് 1.90 2017 സിംഗിൾ ഓണർ വണ്ടി. ഓട്ടോമാറ്റിക് വണ്ടി 1.90 കൊടുക്കാം. അതെ, ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ്. 17 മോള് 10ാം മാസം വണ്ടി. അതെ അതെ. ലോൺ ലോണൊക്കെ നമുക്ക് 1 രൂപ ചെയ്ത് കൊടുക്കാം. 80 രൂപ 90 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. അതെ അതെ. നല്ല അടിപൊളി. ഡീസൽ എത്ര മൈലേജ്? പെട്രോൾ 20 മോൾക്ക് ഏകദേശം മൈലേജും കൂട്ടാം. ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടും. ഓട്ടോമാറ്റിക്കില് ഞാനല്ല നല്ല മൈലേജിലാണ്. നല്ല സ്പേസ് ഉണ്ടാവട്ടോ വണ്ടി. ഞാനാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നാലേ ഉഷാറാണല്ലോ. നല്ല യാത്രക്കും ഒക്കെ സുഖമാണ്. അടുത്തോണ്ടല്ല അടിപൊളി 7 സീറ്റ് അട്ടിക്കല. 7 സീറ്റ് അടിച്ചു പൊളിച്ച് ഫാമിലികൾ പോവാം. 10 അഡ്ജസ്റ്റ് പോകാം. അതാണ് മലപ്പുറം വണ്ടിയിലെ. മലപ്പുറം വണ്ടി. എങ്ങനെ മോഡലുണ്ട്? ഇത് 2017 സിംഗിൾ ഓണർഷിപ്പ്. ഹൈബ്രിഡ് എർട്ടിക. ഹൈബ്രിഡ് എർട്ടിക ഡീസൽ ഹൈബ്രിഡ്. അയ്യോ, എത്ര ഓടിക്കണേ? 1.54 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസും കാര്യമൊന്നുമില്ല. പക്ക കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ സിംഗിൾ ഓണർ വണ്ടി. ഉഷാർ വണ്ടിയില്ല. ഉഷാർ വണ്ടി. എത്ര വണ്ടി നമുക്ക് 6.5 ചോദിക്കണേ. 2017 ഹൈബ്രിഡ് ഡീസല് VDI വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. അതിന് 6.5 ലക്ഷം ചോദിക്കുന്നത്. ഒരു 6 രൂപ ലോൺ ചെയ്ത് കൊടുക്കട്ടെ. 50,000 രൂപ അടിപൊളി എർട്ടിക. അത് ഹൈബ്രിഡ് വണ്ടി. ഹൈബ്രിഡ് വണ്ടി അല്ല, എർട്ടിക ഹൈബ്രിഡ് കൊടുക്കാം. നല്ല ഡീസൽ മൈലേജ് വണ്ടി. മൈലേജ് എങ്ങനെ നല്ല ഗ്യാരണ്ടി മൈലേജ് വണ്ടി. ഹൈബ്രിഡ് അല്ല. എത്ര 20 വില കിട്ടും? 20 അറുപൊക്കെ കിട്ടും. എന്തായാലും കിട്ടും. ഗ്യാരണ്ടി വണ്ടി. ധൈര്യം പറഞ്ഞു കൊടുക്കാല്ലേ. അതാറില്ല. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ആയിക്കോട്ടെ. സ്വിഫ്റ്റ് ഡിസയർ ആണ്. എങ്ങനെ മോഡലുണ്ട്? ഇത് 2010 ലാസ്റ്റ് വണ്ടിയാണ്. 25 ലാസ്റ്റ് വരെ പേപ്പർ വരുന്ന VDI ഡീസൽ വണ്ടി. VDI ആണ്, ഡീസൽ വണ്ടിയാണ്. എല്ലാം കൂടി ഉഷാർ വണ്ടി. 2 രൂപേന്റെ താഴത്തേക്ക് 190 രൂപ കൊടുക്കട്ടെ ഡീസൽ. 1,90,000 രൂപയ്ക്ക് നമുക്ക് സ്വിഫ്റ്റ് ഡിസയർ ആണ് കൊടുക്കാം. ഡിസയർ സ്റ്റാർട്ട് ടൈപ്പ് വണ്ടി കൊടുക്കല്ല. സീറ്റർ ഇന്റീരിയർ ഉഷാറുള്ള വണ്ടി. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയിൽ വണ്ടി. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. നല്ല വണ്ടിയാണ്. തട്ടുമുട്ടൊന്നും ഇല്ലാത്ത വണ്ടി. തട്ടുമുട്ടും കാര്യമൊന്നുമില്ല.
എത്ര ആയിക്കണ്ടാണ്? 190 190 ഡീസല് VDI വണ്ടി കേട്ടോ. ലോൺ എത്ര കയറും? ലോണൊക്കെ നമുക്ക് ഒരു 1.5 റേഞ്ചിലൊക്കെ കിട്ടേണ്ടി കയറും. 40,000 സ്വിഫ്റ്റ് ഡിസയർ കൊണ്ടാകാം. റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്തോണ്ട് നല്ല വണ്ടി. സെക്കൻഡ് ഓണർ, സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. സംതിങ് എന്താ ഓട്ടോ ഓടിക്കുന്നു. അടുത്തോണ്ട് കിഡ് ആയിക്കോട്ടെ. കിഡ് റിനോൾട്ടിന്റെ കിഡ് ഓട്ടോമാറ്റിക് കിഡില്ല. 2017 സിംഗിൾ ഓണർഷിപ്പ് ആണ്. 17 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ അതെ. RX ഒരു 10-65% ടയറ് കാര്യൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ് കാര്യമൊന്നും ഇല്ലാത്ത അടിപൊളി ഉണ്ടല്ലേ. അതെ അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമ്മള് 3.25 റുപ്യ കൊടുക്കട്ടോ. 3.25 ലക്ഷം റുപ്യാണ്. നല്ല വണ്ടി. 3.25 ലക്ഷം റുപ്യ കൊടുക്കാം. ഇനി കൊറേ ഉണ്ടാവില്ല. നല്ല വണ്ടിയല്ലേ. 2017. അതാറുണ്ട്. ലോൺ എത്ര കയറുന്നല്ലേ? ലോണ് നമുക്ക് മാക്സിമം ഒരു 3 റുപ്യ റേഞ്ചിലൊക്കെ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ 10-25 റുപ്യ ഉണ്ടെങ്കിൽ വെറും 25,000 റുപ്യൊക്കെ കിട്ടും. നമുക്ക് ഓട്ടോമാറ്റിക് നല്ല ഉഷാർ പ്രൊഫൈൽ കൊടുക്കില്ലേ? എത്ര മൈലേജിന് പെട്രോൾ ആകുമ്പോ? മൈലേജ് ഒരു 17-18 ആ റേഞ്ചിൽ ഓട്ടോമാറ്റിക് എന്തായാലും കിട്ടും ചെയ്യും. 1000 cc വരിക കിട്ടുമല്ലോ അല്ലേ? അടുത്തുണ്ടല്ലോ അടിപൊളി സ്വിഫ്റ്റ് ആണല്ലോ. ന്യൂ ഷേപ്പ് ഡീസൽ ഫുൾ ഓണിൽ കൊടുക്കട്ടെ. ഫുൾ ഓണിൽ സ്വിഫ്റ്റ് കൊടുക്കുക. അതും ഡീസൽ വണ്ടി. ഓട്ടോമാറ്റിക് മാനുവൽ? ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ഡീസൽ. മാനുവൽ ഡീസൽ ആണല്ലേ? എത്ര ഓടി? 18 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 18 സിംഗിൾ ഓണർഷിപ്പ് ആണ്. മേജർ ആക്സിഡന്റും കാര്യമൊന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ഇല്ലാത്ത വണ്ടി. അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് മാക്സിമം ഫുൾ ഓണില് ഒരു 5-10 കൊടുക്കണ്ടത്. 5,10,000 റുപ്യക്ക് നല്ല അടിപൊളി സ്വിഫ്റ്റ് കൊടുക്കണേ. 590 അല്ലേ? 590 ഒന്നല്ലേ? എത്ര? 510. 5,10,000 റുപ്യക്ക് ഓഫറിൽ 5 റുപ്യ ഒക്കെ റൗണ്ട് ആക്കി ഇട്ടാണ് നമുക്ക്. റൗണ്ട് ആക്കി കൊടുക്കാം. 5 ലക്ഷം റുപ്യ കൊടുക്കാം. അതെ. ആ തെർച്ചിങ്ങനെ 10,000 കുറച്ച് ചെയ്തില്ല. 10,000 കുറച്ച്. ഇവ നല്ല വൃത്തിയുള്ള അടിപൊളി കമ്പനി ഹിസ്റ്റർ ഇല്ല. പിന്നെ ഡീസൽ വണ്ടി ഫുൾ ഓണില് 18 മോഡല് വണ്ടി കൊടുക്കാല്ലേ? മാക്സിമം ലോണാണ്. ഫുൾ ഓണാണ്. അടുത്തോണ്ട് വീണ്ടും കിട്ടാണല്ലോ. വീണ്ടും കിഡ് 30,000-30,000 കിലോമീറ്റർ ഓടി ഓട്ടോമാറ്റിക്. കിഡ്. അതെ. റെഡ് കളർ, അത് വൈറ്റ് ആണ്. വ്യത്യാസം മാത്രമേ ഉള്ളൂ. 2 മോഡൽ 17 RX ടയർ കാര്യൊക്കെ 80-60% ടയർ കാര്യൊക്കെ ഉണ്ട്. എത്ര ഓടിക്കണത്? 30,000 കിലോമീറ്റർ ഓടിക്കണ്ട്. നല്ല വണ്ടിയാണ്. ഒക്കെ ലോക്കലോട്ട് ഓടിച്ചോളൂ. കിലോമീറ്റർ ഒക്കെ കറക്റ്റ് ഹിസ്റ്ററിയും കാര്യൊക്കെ ഉള്ള വണ്ടി നമ്മൾ പേടിക്കാനുമില്ല. ധൈര്യമായിട്ട് കൊടുക്കും. ഗ്യാരണ്ടി വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? വർക്ക്ഷോപ്പ് കൊണ്ടുപോയി വരെ നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്ത് കൊടുക്കാം. അത്ര ഗ്യാരണ്ടി ഉണ്ടല്ലേ? അതെ. നല്ല വണ്ടിയാ. എത്ര ഇത് ഒക്കെ ആ റേഞ്ചിൽ 3.25 റേഞ്ചിൽ നമുക്ക് 3.25 ലക്ഷം രൂപ കൊടുക്കാം. 30,000 ഓടിയിട്ടുള്ളൂ. ആ 60,000 ഓടിയിട്ടുള്ളൂ. ലോണ് ഏകദേശം ഇതിമൊക്കെ 3 റുപ്യ 10,25,000 2.25 ഏത് ആൾക്കാർക്കും കൊടുക്കാം. ഏതൊരു സാധാരണ 18 മൈലേജ് കിട്ടുമോ? 17 റേഞ്ചിൽ ഓട്ടോമാറ്റിക് ഗിയറൊന്നും മാറ്റണ്ട. ഗിയർ മാറണ്ട. നോബ് തിരിച്ചെടുത്താൽ റേഡിയോ തിരിച്ചു മാറില്ലേ? അടുത്തോണ്ടല്ലോ അടിപൊളി ആൾട്ടോ 800 ഉള്ളതല്ലേ? ആൾട്ടോ 800 2017 മോഡലുണ്ട്. 17 മോഡൽ ആൾട്ടോ 800 63-73 നമ്പർ തന്നെ ഉണ്ട്. LXi ആണ്. LXi. കിലോമീറ്റർ ഓടിക്കുന്നല്ലേ? കിലോമീറ്റർ 70,000 സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. 2.45 കൊടുക്കട്ടോ. 2,45,000 റുപ്യക്ക് നല്ല അടിപൊളി ആൾട്ടോ കൊടുക്കാം. അതെ അതെ. ലോൺ എത്ര കയറുന്നാല്? ലോണൊക്കെ മാക്സിമം നമുക്ക് 10-25 റുപ്യ ഉണ്ടെങ്കിൽ ഇതിമല്ല ബാക്കി ലോൺ 10,25,000 മുടക്കിൽ നമുക്ക് ആൾട്ടോ കൊടുക്കാം. നല്ല അടിപൊളി വണ്ടിയിലെ അടിപൊളിയാണ്. നല്ല വൃത്തിയുള്ള ഉഷാർ വണ്ടിയാണ്. തട്ടുമുട്ട് റീപ്ലേസ് ഗ്യാരണ്ടി വണ്ടിയില്ലേ? എല്ലാ വണ്ടിയുടെ ഫോട്ടോ ഫുൾ ക്ലിയറിൽ നമുക്ക് വേണമെങ്കിൽ ഒക്കെ ക്ലിയർ ആക്കി കൊടുക്കും. നിങ്ങളിങ്ങനെ ഒരൊറ്റടിക്ക് ഇങ്ങനെ എടുക്കണല്ലോ. കൊടുക്കാല്ലേ? വണ്ടി യോണല്ലേ? യോണ് എങ്ങനെ മോഡലായിരുന്നാല്? യോണത് 2018 മോഡല് ഓപ്ഷൻ വണ്ടി. 18 മോഡല് ഫുൾ ഓപ്ഷനാ? അല്ല, ഫുൾ ഓപ്ഷൻ തന്നെ. എസി ബോക്സാണ്, 2 ഡോർ വിൻഡോ വരുന്നുണ്ട്. ഇറ പ്ലസ് ആണ്. അങ്ങനെ പറഞ്ഞല്ലേ? സീറ്റുകൾ ഉഷാറാണ്. അടിപൊളി സീറ്റാറ് കാര്യമൊക്കെ ഉണ്ട്. എത്ര ഓടികള്? ഇത് ഓട്ടം ഇത് എത്ര ഓടിക്കണ? 50 ഓടിയ 50,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടി നല്ല വണ്ടി. നല്ല വൃത്തിയുള്ള അടിപൊളി വണ്ടി. അത് ഫുൾ ഓൺ ഇയാളാണ് കൊടുക്കാം. 18 മോഡൽ 2.40 കൊടുക്കാം.
18 മോളിൽ ഇയോണ് 2,40,000 കൊടുക്കാം. എന്തായാലും കുറച്ചും കൊടുക്കാം. ഫുൾ ഓണിലും ഫുൾ ഓൺ കൊടുക്കാം. പൈസ കൊടുക്കണ്ട, ആൾക്കാർ വന്നാൽ മാത്രം മതി. 18 ലെവല് മൈലേജ് എന്തായാലും കിട്ടും. പക്ഷേ അടുത്തോണ്ടല്ല അടിപൊളി സാൻഡ്രോ ബ്ലാക്ക് എഡിഷൻ വണ്ടിയില്ലേ? ബ്ലാക്ക്. എങ്ങനെ മോഡലല്ലേ? 2008 മോഡലാണ്. 2008 മോഡൽ. 28 വരെ പേപ്പറും കാര്യമൊക്കെ എല്ലാം ഉണ്ട്. എല്ലാം ക്ലിയർ ആണ്. അതെ, ഏസിയും പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ്. വിൻഡോ ഇല്ലല്ലോ? വിൻഡോ ഇല്ലാത്ത മോഡലാണിത്. കിലോമീറ്റർ ഓടിക്കണ്ടേ? കിലോമീറ്റർ ഇതിന് കാണുന്നത് ഇപ്പൊ 120 ഓടിക്കണ്ടേ? സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ? ഉഷാറാ. ഓണർഷിപ്പ് എത്രയുള്ളൂ? ഓണർഷിപ്പ് നോക്കണം, ഇതൊക്കെ പാർക്കിംഗ് സെയിലാണ്. പാർക്കിംഗ് സെയിൽ വണ്ടികൾ പറഞ്ഞു കൊടുക്കാമല്ലോ വരുന്നവർക്ക്? മാക്സിമം ചെയ്ത് കൊടുക്കാൻ മതി. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഒന്നും എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ചോദിക്കണ പോലെ 1.5 ഒക്കെ ചോദിച്ചത്, അതിലൊക്കെ കുറച്ച് നമുക്ക് കൊടുക്കാം. അതെ. ലോണ് കയറുമോ? ലോണൊക്കെ പകുതിയൊക്കെ ചെയ്ത് കൊടുക്കാം. എന്തായാലും 10-50-60 ലോൺ ചെയ്ത് കൊടുക്കാം. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോള് ഒരു 15 ആ റേഞ്ചില് 16 മൈലേജും കിട്ടും. അതും പറഞ്ഞു കൊടുക്കാം. ഓക്കെ. അടുത്തോണ്ട് നല്ല അടിപൊളി റിഡ്സ് ആയിക്കോട്ടെ. സിംഗിൾ ഓണർ 2014 മോഡൽ വണ്ടി. 14 മോഡൽ റിഡ്സിലെ പെട്രോൾ ആണ്, VXI ആണ്. പെട്രോൾ വണ്ടി ആണല്ലേ? അതെ, VXI ആണ്. സിംഗിൾ ഓണർ ആണ്. ആകെ 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല, ഒരു പരിപാടിയില്ല. മാക്സിമം ലോണൊക്കെ ചെയ്ത് കൊടുക്കാം. ലിമിറ്റഡ് ആയിട്ട് വരുന്നതാണ്. ലിമിറ്റഡ് എഡിഷൻ ആണ്. ഡാഷ്ബോർഡ് ഒക്കെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയുണ്ട്. അടിപൊളിയുണ്ട്. എത്ര വണ്ടികൾ ചോദിക്കണേ? ഇത് നമ്മള് ചോദിക്കണത് ഒരു 3.35 ഒക്കെ ചോദിക്കണേ. നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് 3,35,000 കുറച്ച് കൊടുക്കാം. മാക്സിമം ലോൺ ആണ്. എന്തൊരു 10-50 ഇറക്കാം, അല്ലെങ്കിൽ 30 ഇറക്കല്ലേ? പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോള് 17 മൈലേജ് കിട്ടും. പക്ഷെ അടുത്തോണ്ട് നല്ല അടിപൊളി വെള്ള കളർ ജെന്നസ്റ്റിലല്ലേ? നല്ല ജെന്നസ്റ്റിലോ അടിപൊളിയുണ്ട്. ഇപ്പൊ എടുത്ത് വരിക, ചെറിയ ടച്ചിങ് പോളിഷുകൾ ചെയ്യാണ്ട് ക്ലിയർ ആക്കി കൊടുക്കും. വീഡിയോ വെച്ചുമ്പത്തിനൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കാല്ലേ? ഇത് 2010 ലാസ്റ്റ് വണ്ടിയാണ്. പുതിയ ആകെ 60 ഓടിയിട്ടുള്ളൂ. ആകെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. K സീരീസ് ആണ്. വാഗണറിന്റെ ഇഞ്ചനും കാര്യമൊക്കെ വരുന്ന വണ്ടിയാണ്. എല്ലാം വരുന്നുണ്ട്. മൈലേജ് ഉള്ള വണ്ടി. നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി വണ്ടിയാട്ടോ. നമുക്ക് ഫുള്ള് ക്ലിയർ ആക്കി കൊടുക്കാം. അതെ. എത്ര വണ്ടികൾ ചോദിക്കുന്നത്? നമുക്ക് 167 ചോദിക്കൊണ്ട് 1,60,000. ഒന്ന് ചെറിയ വ്യത്യാസമൊക്കെ ചെയ്ത് കൊടുക്കാൻ കൊടുക്കാനല്ലേ? അതെ. ലോണൊക്കെ ചെയ്ത് കൊടുക്കാൻ മതി. എത്ര നമുക്ക് 1.5 നിറവിലൊക്കെ ലോൺ കൊടുക്കാം. മാക്സിമം എന്തായാലും 10-30 വണ്ടി. നല്ല വണ്ടിയാണ്. K സീരീസ് 60,000 സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. പെട്രോൾ എത്ര മൈലേജ്? പെട്രോള് ഈ വാഗണറിന്റെ ഇഞ്ചിന് 16-17 റേഞ്ചില് മൈലേജ് കിട്ടും. നമുക്ക് എണ്ണ അടിച്ചു പൊളിച്ച് ഓടാ. ചെറിയ ഫാമിലിക്ക് പറ്റിയ ഫാമിലിക്ക് ആയിട്ടില്ലേ വാഗണറിന്റെ യാത്ര ചെയ്യാൻ സുഖമല്ല. അടുത്ത വണ്ടി അൾട്ടോ 800 അൾട്ടോണർ വെള്ള കളർ. അൾട്ടോണർ വെള്ള കളർ 16 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. 16 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. അതെ. LXI ഏസിയും പവർ സ്റ്റിയറിംഗ് പവറിന്റെ ഒക്കെ എല്ലാം ഉണ്ട്. എല്ലാം വരുന്നുണ്ട്. കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ടല്ലേ? കമ്പനി സീറ്റാറാ. ഓക്കെ. എത്ര ഓടിക്കണെന്നാല്? ഇത് ഓട്ടം 1 ചില്ലറ എന്തോ ഓടിക്കണോ. കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഇല്ല, സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. അതെ. മാക്സിമം ലോൺ എടുക്കാം 10-20 റുപ്യ ഒക്കെ ഉണ്ടെങ്കിൽ. 10-20 വണ്ടി ഇറക്കാം. ബാക്കിയൊക്കെ ലോണില്. എത്ര ചോദിക്കുന്ന റേറ്റ് പറഞ്ഞേ? ഇതൊക്കെ പൊടിയും ചളിയാട്ടാ. കുട്ടപ്പനാക്കി കൊടുക്കും. എത്ര ചോദിക്കുന്ന റേറ്റ് പറഞ്ഞേ? ഇത് നമുക്ക് 240. 240 220 ലോൺ കയറും. 20,000 മുടക്കില്ല. ഫുൾ ലോൺ വണ്ടി. പെട്രോൾ എത്ര മൈലേജ്? പെട്രോൾ 20 ആൾട്ടോണർ അല്ലേ? എന്തായാലും മൈലേജ് പുതിയ മോഡലാട്ടോ. ലൈറ്റ് ഒക്കെ ന്യൂ ഷേപ്പ് വരുന്നുണ്ടല്ലേ? ഓക്കെ. അടുത്തുള്ള അടിപൊളി അൾട്ടോ ഉള്ളോ? ഇത് അൾട്ടോ 2012 ആണ്. 12 മോഡൽ അൾട്ടോ. 12 മോഡൽ വൈറ്റ് കളർ വെള്ള കളർ അല്ലേ? അതെ. ഓക്കെ. LXI ഏസിയും പവർ സ്റ്റിയറിംഗ് ഒക്കെ എല്ലാം വരുന്നുണ്ട്. അതെ. എത്ര ഓടിക്കണെന്നാല്? ഇത് ഓട്ടം കാര്യൊക്കെ നമുക്ക് നോക്കാം. അതൊരു പാർക്കിംഗ് സെയിൽ വണ്ടിയാണ്. പാർക്കിംഗ് സെയിലാണ്. അത് ലോക്ക് അയക്കുന്നല്ലേ? പാർക്കിംഗ് സെയിൽ വണ്ടി. അതെ. നല്ല അടിപൊളി സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല. നല്ല അടിപൊളി കയ്യെത്താനുള്ള സെറ്റപ്പും കാര്യമൊക്കെ ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉള്ളതുണ്ട്. അതെ. എത്ര നമ്മൾ ചോദിക്കണത്? നമുക്ക് ഇത് മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. 1
അത് തീരുമാനം ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലേ? വില നമുക്ക് ചോദിച്ചാൽ ഇനി ആയിട്ടില്ലെങ്കിൽ ആയിക്കോട്ടെ. എന്നാലും കറക്റ്റ് പറഞ്ഞു കൊടുക്കുമല്ലോ അല്ലേ? അതെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തല്ല, അടിപൊളി വണ്ടിയില്ലേ? അടിപൊളിയാണ്. പെട്രോൾ 18 മൈലേജ് കിട്ടുമോ? അത് കിട്ടും, എന്താണ് കിട്ടും? എന്തായാലും കിട്ടും. അടുത്ത വണ്ടിയല്ല അടിപൊളി അൾട്ടോ കേട്ടൻ, ചോപ്പ് കളറല്ലേ? ചോപ്പ് ഹൈവ നല്ല വൃത്തിയിലുണ്ടല്ലേ? കോപ്പ കളർ, കോപ്പർ റെഡ്, അങ്ങനെ പറയാം. ഞങ്ങളുടെ മോഡലുണ്ട്. ഇത് 2010 കേട്ടോ. 10 മോഡലാണല്ലേ? നല്ല അടിപൊളി വണ്ടി, നല്ല വൃത്തിയിലുണ്ട്. നല്ല വൃത്തിയില്ല. ഓപ്ഷൻ ഓപ്ഷൻ LXi കേട്ടോ. LXi ആണ്. എസിയും പവർ സ്റ്റാരിങ്, നല്ല അടിപൊളി സീറ്റ് കാര്യം, ടയർ ഒക്കെ ഫുള്ളില് വണ്ടി ഒക്കെ ഉഷാറിലുണ്ടല്ലേ? LXi ആണ്. LXi സീറ്റാർക്ക് ഉഷാറിലുണ്ട്. സീറ്റാർ ഉഷാറില്ലുണ്ട്. ഞാൻ ബാക്ക് തുറന്നേരം. ഓക്കെ, നിങ്ങൾ എടുത്തോളി. അതാറുണ്ട്. എടുത്തോളി. എത്ര ഓടിക്കണെന്നാല്? ഈ ഓട്ടം നോക്കണം, ഓണറും നോക്കണം. ഓട്ടോ ഓണർ നോക്കിട്ട് പറഞ്ഞു വില പറയുന്നത്. വില നമുക്ക് 1.25 റുപ്യ കൊടുക്കാം. 1,25,000 കൊടുക്കാം. 10 മോഡൽ. 10 മോഡല്. അതെ. ഫുള്ളാൻ കയറുവോ? ഫുൾ ഓൺ ഇല്ലെങ്കിലും ഏകദേശം ഉറുപ്പ്യ ഉറപ്പ് എന്തായാലും കയറും. 15,000 മുടക്കിൽ ഇറക്കാം. 18 ലെവൽ മൈലേജ് 25,000 റുപ്യക്ക് മുടക്കാം. 25,000 മുടക്കാൻ മതി. 25,000 മുടക്കിൽ ഇറക്കാം അല്ലേ? കേട്ടനാട്ടോ 1000 cc VXi. നല്ല അടിപൊളി വണ്ടി, നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. ടയറൊക്കെ ഫുൾ കട്ട ടയർ എല്ലാം ഉണ്ട് സാറ്. എല്ലാം അടുത്ത വണ്ടി അൾട്ടോ കൂടെ. അൾട്ടോ 28 വരെ പേപ്പറില്ല വണ്ടി. 28 വരെ പേപ്പറുള്ള ചോപ്പ് കളറുള്ള അൾട്ടോ. ചോപ്പ് മാർക്കിസ്റ്റാർക്കൊക്കെ പറ്റും. മാർക്കിസ്റ്റാർ വണ്ടി അല്ല, മാസ്ക് കളറല്ലേ? നല്ല വണ്ടിയാ. LXi നല്ല ചോപ്പ്. LXi ല്ലേ? LXi ലീഗാർക്ക് പറ്റിയ വണ്ടി വേറെ ഉണ്ട്. അതാറുണ്ട്. എത്ര ഓടിക്കണെന്നാല്? ഇത് LXi ആണ്. എസിയും പവർ സ്റ്റാരിങ്ങും ഒക്കെ വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. ഓണർ 2 തോന്നുന്നത്. 28 വരെ ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. ഓടിക്കണത് നോക്കണം. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ഒരു പരിപാടി റുപ്യ കൊടുക്കാം. 1,00,000 പൊട്ടിച്ചു കൊടുക്കാം. LXi അൾട്ടോ കൊടുക്കാം. അൾട്ടോ ചാകരാണല്ലേ? വിലക്ക് വണ്ടികള് അൾട്ടോ ഏത് വേണമെങ്കിലും കൊടുക്കാല്ലേ? പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ 18-20. അൾട്ടോന്റെ മൈലേജ് ഇപ്പൊ എന്തിനും പറയുന്നത് അതേപോലെ കിട്ടും. അത്രേ ഉള്ളൂ. അതെ. അതാണ് അടുത്ത അടിപൊളി മാരുതി 11 സിംഗിൾ ഓണർ MPFI AC. MPFI ആണ്. വണ്ടി മോഡൽ സിംഗിൾ ഓണർ. 90 റുപ്യ റേറ്റ്. 90,000 കൊടുക്കാം. അതെ. എത്ര ഓടിക്കണെന്നാല്? ഓട്ടം ഇതില് കാണുന്നത് 83 കാണും. അല്ല ഓടിക്കുന്നുണ്ട്. അതെ. സിംഗിൾ ഓണർ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നല്ലേ? റീപ്ലേസ് ഇല്ലാത്തതുകൊണ്ട് വലിയ മേജർ ആക്സിഡന്റ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി വെള്ള കളർ മാരുതിയാണ്. അതെ. 90,000 കൊടുക്കും. അതെ അതെ. ഫുൾ പേപ്പർ ക്ലിയർ പേപ്പർ ക്ലിയർ. അതെ. അടുത്ത വണ്ടി ഈക്കോ 5 സീറ്റ് AC വണ്ടി. 5 സീറ്റ് AC ഉള്ള ഈക്കോല. അതെ. എങ്ങനെ മോഡൽ 2010 മോഡൽ. 10 മോഡൽ ഈക്കോ. അതെ. AC ഉള്ളതാണ്. കിലോമീറ്റർ ഓടിക്കുന്നത്? കിലോമീറ്റർ 1.1 അങ്ങനെ എന്തോ. 1.2 സെക്കൻഡ് ഓണർ കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പോ? അതെ. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യമൊന്നുമില്ല കേട്ടോ. ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള അടിപൊളി വണ്ടിയില്ല? അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി. 5 സീറ്റ് വണ്ടിയാണ്. AC ഉള്ള വർക്കിംഗ് ഇല്ല വണ്ടി. എല്ലാത്തിനും പറ്റിയ വണ്ടിയില്ലേ? അതെ. ഫാമിലി ആയിട്ട് പോകാനും പറ്റും. ഇനിയിപ്പൊ അതല്ല എന്തിനും സാധനം കൊണ്ടുപോകാന് അങ്ങനെ പറ്റും. ലോഡ് കൊണ്ടുപോകാന് ഒക്കത്തിന് പറ്റിയ വണ്ടിയില്ലേ? കൊണ്ടുപോകാന്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം പറ്റാണ്. ഇത് നമുക്ക് ഓഫറിൽ കൊടുക്കാം. ഡിസംബർ ആയാണ് ഓഫർ വിലയില് എല്ലാം 1.35 കൊടുക്കട്ടെ. 1,35,000 കൊടുക്കാം. 5 സീറ്റ് AC വർക്കിംഗ് ഇല്ല വണ്ടി. ഇത് AC ഇല്ലാത്ത 7 സീറ്റർ ആണ്. AC ഇല്ലാത്താണ്. അതാണ് AC വേറെ ഉണ്ട്. കാണിച്ചു കൊടുക്കാം. 7 സീറ്റ് വണ്ടി. 7 സീറ്റർ. ഇതിപ്പോ ലോൺ കയറുന്നാല്? ലോണ് നമുക്ക് ചോദിച്ചോ ഏകദേശം കുറച്ചൊക്കെ കിട്ടേണ്ടതാണ്. ഒരു 19 കയറല്ലേ? അതെ അതെ. ഓക്കെ. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോള് മൈലേജ് ഒരു 15ന്റെ താഴെ കിട്ടലുണ്ടാവുള്ളൂ തോന്നുന്നു. എന്തായാലും കിട്ടുള്ളൂ. അതെ അതെ. ഓക്കെ. അടുത്ത വണ്ടി സാൻഡ്രോ കൊടുത്താല്? സാൻഡ്രോണ്ട് ചോപ്പുള്ള സാൻഡ്രോ. ബ്ലാക്ക് കഴിഞ്ഞാൽ ചോപ്പ്. എങ്ങനെ മോഡലുണ്ട്? ഇത് 2005-6 വണ്ടിയാണ്. 5 മോഡൽ. രജിസ്ട്രേഷൻ ഫുൾ ഓപ്ഷൻ. 4 ഡോർ വിൻഡോ, ബാക്ക് വൈപ്പർ, AC പവർ സ്റ്റാരിങ്, നല്ല അടിപൊളി സീറ്റാറ് ഒക്കെ അല്ല വണ്ടി. എല്ലാം അടിപൊളി ഉണ്ട്. സീറ്റാറൊക്കെ ഉഷാറിലുണ്ട്. നല്ല വണ്ടിയാ. നല്ല ബാക്ക് വൈപ്പറും കാര്യമൊക്കെ വർക്കിംഗ് വണ്ടിയാണ്. എല്ലാം ഉഷാറിലുണ്ട്. 26 വരെ പേപ്പറും കാര്യമൊക്കെ ഉണ്ട്. ഒക്കെ ഉണ്ട്. അതെ. എത്ര വണ്ടി നമുക്ക് 90 റുപ്യ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ച് കൊടുക്കാം. 90,000 ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കും. അതെ. പവർ സ്റ്റാരിങ്, AC 4 ഡോർ വിൻഡോ, AC പവർ സ്റ്റാരിങ് ഒക്കെ വരുന്ന വണ്ടിയാണ് അല്ലേ? മാക്സിമം കുറച്ച് കൊടുക്കാം. ലോൺ കയറുമോ? പ്രയാസം കയറില്ലേ? 15,000 മൈലേജ് കിട്ടൂലേ? എന്തായാലും കിട്ടും. അടുത്ത വണ്ടി ഡാക്സൺ റെഡിഗോ. ഫുൾ ഓൺ റെഡിഗോ. അതെ. എങ്ങനെ മോഡൽ? 2016 ആണ്.
16 മോഡല്. അതെ അതെ. എത്ര ഓടിക്കണല്ലേ? റെഡിഗോ ഗോ 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 ആണല്ലേ? ഗോ അല്ലേ ഇതിനറിയാം. ആ ഗോ ഉണ്ട്. റെഡി ഇത് ഗോ ആണല്ലേ? ഇത് ഗോ പ്ലസ്. ഗോ 7 സീറ്റ് അല്ലേ? ഗോ ആണ്. ഓക്കെ. എത്ര ഓടിയുണ്ട്? ഇത് 60 ഓടിയിട്ടുള്ളൂ. ഓടിയുണ്ട്. ഓണർഷിപ്പ് സിംഗിളോ സെക്കൻഡോ നിലവിലുള്ളത്. അതെ. തട്ടുമുട്ട് റീപ്ലേസ് ഉണ്ടോ? തട്ടുമുട്ട് കാര്യങ്ങൾ മേജർ ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് മാക്സിമം ഇപ്പൊ നമുക്ക് ഒരു 1.80 ആ റേഞ്ചിലൊക്കെ. 1,80,000 വയ്ക്കണ്ടേ? എന്താ ചോദ്യം? അതൊക്കെ മാക്സിമം കീപ്പിട്ട് പൊട്ടിച്ചു കൊടുക്കും. 1.80 കുറച്ച് കൊടുക്കാം. മാക്സിമം ഫുൾ ഓൺ ആണല്ലേ? ഫുൾ ഓൺ ആണ്. റീപ്ലേസ് നല്ല വൃത്തിയുണ്ട്. 18,000 മൈലേജ് കിട്ടൂലേ? എന്തായാലും കിട്ടും. അതെ. അടുത്തുണ്ടല്ലോ അടിപൊളി ഐറ്റം ആണല്ലോ. ഐറ്റം ഫുൾ ഓപ്ഷൻ വണ്ടി സ്പോർട്സ് കേട്ടോ. ഫുൾ ഓപ്ഷൻ ഐറ്റം ആണ്. സ്പോർട്സ് ഓപ്ഷൻ 13 മോഡൽ കേട്ടോ. 13 ആണ്. ബാക്ക് വൈപ്പർ ടയറൊക്കെ ഉണ്ടല്ലോ അല്ലെ? ടയറൊക്കെ ഉണ്ട്. ടയറില്ല വണ്ടി. അതാണ് എല്ലാം ഉഷാറിലെ. അതാറുണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ഫസ്റ്റോ സെക്കൻഡോ നിലവിലുള്ളത്. റീപ്ലേസ് ഇല്ല. റീപ്ലേസും കാര്യമൊന്നുമില്ല. ഓട്ട 70 ഓടിയിട്ടുള്ളൂ. എത്ര വണ്ടി നമ്മള് ചോദിക്കണത്? നമ്മള് ഓണർ ഇത് 15 മാറി. സെക്കൻഡ് കേട്ടോ. സെക്കൻഡ് ഓണറാണ്. എത്ര വയ്ക്കണ്ടേ? ഇത് നമുക്ക് 2.35 ചോദിക്കാം. 2,35,000 ചോദിക്കുന്നത്. 13 മോളായിട്ട് നല്ല അടിപൊളി വണ്ടിക്ക്. അടിപൊളിയാണ്. എന്തായാലും കുറച്ച് കൊടുക്കാം. ലോണ് മാക്സിമം 2 രൂപ എങ്ങനെയാലും എന്തായാലും 35,000 രൂപ ഇറക്കാം. അടുത്തോണ്ടല്ലോ അടിപൊളി സ്വിഫ്റ്റ് ഡിസയർ ആണല്ലോ. സ്വിഫ്റ്റ് ഡിസയർ 10-11. 10 മോളില് 11 രജിസ്ട്രേഷൻ. ഗ്ലാസുമൊക്കെ 11 ഉണ്ട് കേട്ടോ. ചേസൊക്കെ 11 ഉണ്ട്. കട്ട് ഓഫ് ഇല്ല വണ്ടിയാ തോന്നുന്നു. 11 ഉപയോഗിക്കുന്നവർക്ക് 11 ആയിട്ട് തന്നെ ഉപയോഗിക്കണേ. അതെ. ഇത് വീഡിയോ വണ്ടി. ഡീസൽ വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.30 അങ്ങനെ എന്തോ ഓടിയുണ്ട്. സീറ്റാറും കാര്യമൊക്കെ നല്ല എല്ലാം ഉഷാറിലുണ്ട്. അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? 2.40 ചോദിക്കുന്നുണ്ട്. 2.40 ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും. ലോണ് കാര്യങ്ങള്? ലോണ് മാക്സിമം ചെയ്തു കൊടുക്കാം. അതെ. ചെറിയ മുടക്കിൽ ഇറക്കാനല്ലേ? അതെ അതെ. എന്നാലും 10-30 രൂപയ്ക്ക് ഇറക്കാൻ പറ്റുമോ? അത് നമുക്ക് നോക്കാം. നമുക്കല്ലേ പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്യാം. 18,000 മൈലേജും കിട്ടും. അടുത്തോണ്ട് റിഡ്സ് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് റിഡ്സ് ആണ് കിടക്കുന്നില്ല. അത് വെറൈറ്റി കളറല്ലേ? നല്ല ഗ്രേ കളർ. ഓപ്ഷൻ ഓപ്ഷന് ഇത് 2010 മോഡല് VXI ആണ്. പെട്രോൾ വണ്ടിയാണ്. അതെ അതെ. 10 മോഡല് VXI പെട്രോൾ വണ്ടിയാണ് കിടക്കുന്നത്. നല്ല വണ്ടി. സിംഗിൾ ഓണർ. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടി. അതെ. എത്ര ഓടിക്കണെന്നാല്? ഇത് 1.20 അങ്ങനെ എന്തോ ഓടിക്കുന്നുണ്ട്. റീപ്ലേസ് ഉണ്ടോ? സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ല വണ്ടി കേട്ടോ. വണ്ടിയാ? കമ്പനി തന്നെ ബൾബാണ് ഇപ്പൊ ഇതിലുള്ളത്. കമ്പനി തന്നെ ബൾബൊക്കെ അതിലുണ്ട്. അത് വരെ പോയിട്ടില്ല. അത്ര വണ്ടി. അത് എത്ര ചോദിക്കണേ? ഇത് നമുക്ക് 2.10 കൊടുക്കാം. 2,10,000 രൂപയ്ക്ക് VXI റെഡ്സ് കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഗ്യാരണ്ടി അറിഞ്ഞു കൊടുക്കാം. ഗ്യാരണ്ടി വണ്ടിയാണ്. ധൈര്യമായിട്ട് പറഞ്ഞ പെട്രോൾ വണ്ടി കൊടുക്കാം. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോള് 16-17 ആ റേഞ്ചിൽ മൈലേജ് കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി വീണ്ടും ഐറ്റമാണല്ലോ. ഇത് 1.20 ആയിട്ട് കേട്ടോ. 1,20,000 രൂപയ്ക്ക് ഐറ്റം കൊടുക്കാം. 1.10 ആണെങ്കിലും ലാസ്റ്റ് കൊടുക്കാം. ലാസ്റ്റ് 1.10 കൊടുക്കാം. മോഡൽ തന്നെ ഇത് 2008-28 വരെ പേപ്പർ വരുന്നുണ്ട്. 8-20 പേപ്പർ ഉണ്ട്. അതെ. എത്ര ഓടിക്കണേ? ഓട്ടം നമുക്ക് ചാവിട്ട് നോക്കാം. നോക്കിട്ട് പറഞ്ഞു കൊടുക്കാം. അതെ അതെ. ഓണർഷിപ്പ് 2 രണ്ടാം നിലവിലുള്ള പറഞ്ഞു കൊടുക്കാം. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. മേജർ കാര്യങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ധൈര്യമായിട്ട് വേണം. എത്ര ചോദിക്കണേ? ഇത് 110 രൂപ ആണ്. 1,10,000 രൂപയ്ക്ക് ഫൈനലായിട്ട് 28 വരെ പേപ്പറിലെ ഏസിയും പവർ സ്റ്റാരിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ് കൊടുക്കാമല്ലോ. ഇത് പെട്രോൾ ആകുമ്പോ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ആകുമ്പോ ഐറ്റനേര് 15-16 മൈലേജ് കിട്ടും. അതെ അതെ. ഓക്കെ. അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ആണല്ലോ. ഡിസയർ ആണ്. ഇത് 14 മോഡൽ. 14 ആണ് അല്ലേ? VDI ആണ്. VDI ഡീസൽ വണ്ടി. 1.8 ഓട്ടം സെക്കൻഡ് ഓണർ. 1.8 ഓടിക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അതെ അതെ. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ഒരു പരിപാടി ഇല്ല. ഒന്നുമില്ല. നല്ല വണ്ടി. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതെ അതെ. ഓ ഏതാ സീറ്റാറിലെ? നല്ല ദമ്മ സീറ്റാർ. കാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. AC ബസ് സ്റ്റാൻഡ്, 4 ഡോർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ് ഒക്കെ എല്ലാം വരുന്ന വണ്ടി. അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് മാക്സിമം എന്തേലൊക്കെ ആക്കി കൊടുക്കാൻ. കൊല്ല ഓഫർ വേണ്ടേ കുറച്ച് വണ്ടികൾ. കൊല്ലാവസാനായിട്ട് എല്ലാ വണ്ടി കുറച്ച് വണ്ടികളൊക്കെ നമുക്ക് വേഗം ഒഴിവാക്കണം. അതെ അതെ.
എത്ര വയ്ക്കേണ്ട ഇത് റേറ്റ് നമുക്ക് 380 ചോദിക്കണേ എന്തെങ്കിലും പൊട്ടിച്ച് കൊടുക്കത് കൊടുക്കാം ലോണോ 14 ഡിസംബർ ഏകദേശം ഒരു 10-50 ഉള്ളില് മുടക്കിൽ നമുക്ക് വണ്ടി ഇറക്കാം ഡീസൽ വണ്ടി കൊടുക്കും. ഡീസൽ നല്ല മൈലേജ് ഉണ്ടോ? അതെ. ഓക്കെ അടുത്തോണ്ടല്ലോ അടിപൊളി ഈക്വലോ ഇതാണ് 5 സീറ്റർ 5 സീറ്റ് ഈക്വല മറ്റേതാണ് 8 സീറ്റർ അങ്ങനെ ഉണ്ടല്ലേ? അതെ. അപ്പൊ എങ്ങനെ മോഡലുണ്ട്? ഇത് 2015 ആണ്. 15 മോഡൽ ഈക്കോ ഗ്യാസ് ഒക്കെ ഉള്ള വണ്ടി കേട്ടോ. CNG ആണോ? CNG അല്ല LPG. ഗ്യാസില് അതെ. എത്ര ഓടിക്കണ? ഇത് ഓട്ടം 1 സംതിങ് ഓട്ടം ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പോ? സെക്കൻഡ് ആണ് കറക്റ്റ് തോന്നുന്നത്. ആർസിന്റെ കോപ്പി ഇതിന്റെ നോക്കിട്ട് ഇപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കാല്ലേ? അതെ. നല്ല വൃത്തിയുള്ള അടിപൊളി 5 സീറ്റ് ഏസ് വണ്ടിയില. അത് 3ാമത്തെ ഓണറാണ്. ഇതിലുള്ള ഗ്യാസ് ഒക്കെ ഉള്ളതുണ്ട്. ഗ്യാസ് ഉണ്ട്. നല്ല മൈലേജ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണേ? ചോദിക്കണ്ടേ? ഇത് നമുക്ക് 270 ചോദിക്കണേ. 2,70,000 ഗ്യാസ് ഇല്ല വണ്ടി കൊടുക്കും. വണ്ടി കൊടുക്കാം. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. എന്തേലും പൊട്ടിച്ച് കുറച്ചും കൊടുക്കാം. ലോണ് കാര്യങ്ങൾ പൈസയും കാര്യമൊന്നുമില്ല. 2 റുപ്യ ലോണും കൊടുക്കാം. കേറും. ഒരു 10-30 രൂപ ഇറക്കാം. 5 സീറ്റ് ഏസ് വണ്ടിയില്. അതെ, ഏസിലാണ്. വേറെ പണി കാര്യങ്ങളൊന്നും ചെയ്യില്ല. പണി കാര്യമൊന്നുമില്ല. ടയറ് കാര്യമൊക്കെ അത്യാവശ്യം എല്ലാം ഉഷാറുണ്ട്. ഒക്കെ ഉണ്ട്. അപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുക ചിലർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കണ്ടി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് കാരണം ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അടുത്തുള്ള അടിപൊളി വീഡിയോ വീണ്ടും കാണാം.